ഓക്കെ, മൊഡ്യൂൾ 1 നമ്മൾ 4th സെമസ്റ്ററിൻ്റെ മാത്തമാറ്റിക്സ് കോംപ്ലിമെൻ്ററി പേപ്പർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ചാപ്റ്റർ 1 മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് നത്തിങ് ബട്ട് an ഇക്വേഷൻ ഇൻവോൾവിങ് ഡെറിവേറ്റീവ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയാം. ഞാൻ ഡി എന്നാണ് അതിനെ നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡെറിവേറ്റീവ്സ് ആണ് ഉണ്ടാവുന്നത്. ഡെറിവേറ്റീവ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഈ എക്സിന് പറയുന്ന വേരിയബിളിനെ പറയുന്ന പേരെന്താ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. And y is called dependent variable. Okay, ഇപ്പോൾ y ഈക്വൽ ടു എക്സ് എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ വിച്ച് ഈസ് എൻ ഇക്വേഷൻ containing two variables x and y, where x is called independent variable and y is called dependent variable. Because y equal to x എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ വേരി ചെയ്യും. അപ്പോൾ എക്സിനാണ് നമ്മൾ വാല്യൂസ് അസ്യൂം ചെയ്യുന്നത്, അതുകൊണ്ട് അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. എക്സിന് വാല്യൂവിനെ അസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വൈയുടെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. therefore y ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. therefore y is a dependent variable. സോ ഇവിടെ ഒരേ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഒരേ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഡി വൈ ബൈ ഡി എക്സ്, ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എന്തായിരിക്കും, എക്സിന് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ്. സോ വി ഗെറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1. സോ വിച്ച് ഈസ് എൻ ഇക്വേഷൻ. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിളാണ്. ഓക്കെ, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിളാണ്. അപ്പോൾ അനന്തര ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. വേറൊരു ഫംഗ്ഷൻ y is equal to എക്സ് സ്ക്വയർ പ്ലസ് 1 അങ്ങനെ എഴുതി വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2x എന്ന് വരും അല്ലേ. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിളാണ്. ഇവിടെ ഇക്വേഷനാണ്, ഇതിനകത്ത് ഡെറിവേറ്റീവ് ഉണ്ട്, ഒരു ഫംഗ്ഷനും ഉണ്ട്. ആയിക്കോട്ടെ, ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ എന്ത് വരും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 അല്ല. ഇതിനൊന്നുകൂടി ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 2xൻ്റെ ഡെറിവേറ്റീവ് 2. ഇതും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഇക്വേഷൻ ഇൻവോൾവിങ് ഡെറിവേറ്റീവ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊരു ഇക്വേഷനെ നമുക്ക് എന്ത് വിളിക്കാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട്, റെഡി. ഇനി ഈ ഡെറിവേറ്റീവ്സിൽ തന്നെ രണ്ട് തരം ഡെറിവേറ്റീവ്സ് നമുക്കുണ്ട്. ഒന്ന് ഓർഡിനറി ഡെറിവേറ്റീവ്, രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്. സോ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യുന്നു. ആദ്യം ഞാൻ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 types. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് അനദർ ഈസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ വാട്ട് ആർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഞാൻ ഒ ഡി ഇ എന്നാണ് എഴുതുന്നത് കേട്ടോ. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത് PDE, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലുള്ള ഡെറിവേറ്റീവ്സ് ഓർഡിനറി ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആർ കോൾഡ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി ഡെറിവേറ്റീവ് ആണ്. അതുകൊണ്ട് ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിളാണ്. അപ്പോൾ എന്തെഴുതാം, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ വിച്ച് derivatives are ordinary. ഡിഫറൻഷ്യൽ ഇക്വേഷനിലുള്ള ഡെറിവേറ്റീവ്സ് ഓർഡിനറി ഡെറിവേറ്റീവ് ആണെങ്കിൽ, എപ്പോഴാണ് ഓർഡിനറി ഡെറിവേറ്റീവ് കിട്ടുക, ഒരേ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമാകുമ്പോഴാണ് നമുക്ക് ഓർഡിനറി ഡെറിവേറ്റീവ് കാണാൻ പറ്റുക. ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടായാൽ നമുക്ക് അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ വിച്ച് derivatives are പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ PD എന്നും ഓർഡിനറി ഡെറിവേറ്റീവ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ OD എന്നും പറയുന്നു. അപ്പോൾ ഞാൻ എക്സാമ്പിൾ എഴുതാം. അനദർ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഇങ്ങനെ എഴുതിയാൽ ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിളാണ്. വൈ ഇവിടുത്തെ ഡെറിവേറ്റീവ്സ് ഒന്ന് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും ഒന്ന് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇത് രണ്ടും ഓർഡിനറി ഡെറിവേറ്റീവ്സ് ആണ്. സോ വിച്ച് ഈസ് എൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിൾ എഴുതാൻ പോണേ ഞാൻ. യു എക്സ് എക്സ് പ്ലസ് യു വൈ ഈക്വൽ ടു 0 ഇങ്ങനെ എഴുതി. ഇതെന്ത് നൊട്ടേഷനാണ്, യു എക്സ് എക്സ് പ്ലസ് യു വൈ ഈക്വൽ ടു 0.
എന്ത് നൊട്ടേഷനാണ്? പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ നൊട്ടേഷനാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് യു ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് എക്സും വൈയും, ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ് യു. കാരണം എക്സിൻ്റെയും വൈയുടെയും വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് യു വേരി ചെയ്യുന്നത്. അപ്പോൾ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ്, യു ഡിപ്പെൻഡൻ്റ് ആണ്. എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. യു എന്താണ്? ഡിപ്പെൻഡ് ചെയ്യുന്നു. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ഓർഡിനറി ഡെറിവേറ്റീവ് കാണാൻ പറ്റുമോ? ഇല്ല. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രം വരുമ്പോഴേ നമുക്ക് ഓർഡിനറി ഡെറിവേറ്റീവ് കാണാൻ പറ്റുള്ളൂ. ഇവിടെ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വന്ന സ്ഥിതിക്ക് നമുക്ക് തീർച്ചയായിട്ടും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിനെ പാർഷ്യൽ ഡെറിവേറ്റീവിന് നമുക്ക് ഇങ്ങനെ നൊട്ടേഷൻ എഴുതാം: ഡോ യു ബൈ ഡോ എക്സ്. പാർഷ്യൽ ആയതുകൊണ്ടാണ് ഡി എഴുതാണ്ട് ഡോ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഡോ യു ബൈ ഡോ എക്സ്, അല്ലെങ്കിൽ വേറൊരു നൊട്ടേഷനാണ് യു എക്സ്. ഇത് രണ്ടും സെയിം ആണ്. ഇതിൻ്റെ അർത്ഥം ഈ ഇക്വേഷനെ ഡെറിവേഷൻ ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺലി. അപ്പോൾ വൈനെ എന്ത് ചെയ്യണം? കോൺസ്റ്റൻ്റ് ആക്കി വിചാരിച്ച് എക്സിന് കറസ്പോണ്ടൻസ് മാത്രം ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ യു എക്സ് എന്താ വരിക? ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതിയാൽ വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. വൈക്കകത്ത് എക്സ് ഇല്ല, വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. എക്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മാത്രമാണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ യു എക്സ് എന്ത് കിട്ടുന്നു നമുക്ക്? 2x. ഇത് 2 ആണ് കേട്ടോ, 2x. ഓക്കെ, അതേപോലെ ഡോ യു ബൈ ഡോ വൈ എന്ത് വരും എന്ന് പറയാം? ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് എന്താക്കണം? കോൺസ്റ്റൻ്റ് ആക്കി ട്രീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്താ വരിക? 2y. അതായത് ഡോ യു ബൈ ഡോ വൈയുടെ വേറൊരു നൊട്ടേഷനാണ് യു വൈ, യു സഫിക്സ് വൈ. വായിക്കേണ്ടത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ എന്നുള്ള മീനിങ്ങിലാണ് ഇത് എഴുതുന്നത്. യു വൈ ഈസ് ഈക്വൽ ടു 2u. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് യു എക്സ് ഈസ് ഈക്വൽ ടു 2x എന്നും യു വൈ ഈക്വൽ ടു 2y എന്നും കിട്ടിയില്ലേ? 2y. സോ ഇതൊക്കെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിളാണ്. ഇതൊരു എക്സാമ്പിളാണ്. ഇതെങ്ങനെ മനസ്സിലായി ഇത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന്? ഇതിനകത്തുള്ള ഡെറിവേറ്റീവ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഇതും പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, ഇതും പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഇപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെയൊക്കെ നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓർഡിനറി ഡെറിവേറ്റീവ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനെങ്ങനെ എഴുതാം? ഡി വൈ ബൈ ഡി എക്സ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഡി ക്യൂ വൈ ബൈ ഡി വൈ ക്യൂബ്, ഡി എക്സ് ക്യൂബ്, എക്സെട്ര. അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ഡെറിവേറ്റീവ്സ് ആണ് എഴുതിയിട്ടുള്ളതെങ്കിൽ, ആ റെപ്രസെൻറ്റേഷനിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഡോ ഉപയോഗിച്ചോ സഫിക്സ് ഉപയോഗിച്ചോ എഴുതുകയാണെങ്കിൽ അത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിളാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി അതുപോലെ ഡി വൈ ബൈ ഡി എക്സിന് വേറൊരു നൊട്ടേഷനും കൂടിയുണ്ട്. ഇതിന് നമുക്ക് വേണമെങ്കിൽ വൈ ഡാഷ് എന്നും എഴുതാം കേട്ടോ. ഡി വൈ ബൈ ഡി എക്സ് സെയിം ആസ് വൈ ഡാഷ്. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെയിം ആസ് വൈ ഡബിൾ ഡാഷ്. അപ്പോൾ വേണമെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ടേംസിലും എഴുതാം, ഈ ടേംസിലും എഴുതാം. ഇങ്ങനെ എഴുതുന്നത് ഏതാണ്? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ODE ആണ് കേട്ടോ. ODEയിലെ റെപ്രസെൻറ്റേഷനാണ് ഇത്. രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചിലപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എങ്ങനെയും എഴുതാം? വൈ ഡാഷ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് രണ്ടും സെയിം ആണ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത് ഓർഡിനറിയും പാർഷ്യലിയും ആയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ഉപയോഗിച്ച് നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് എന്താണ് ഓർഡർ എന്ന് പറയണം. ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ it is the order of the highest derivative in the equation. Highest derivative in the equation. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലുള്ള ഡെറിവേറ്റീവിൻ്റെ ഹയസ്റ്റ് ഓർഡറിനെയാണ് നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ മൊത്തത്തിൽ ഓർഡർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി ഹാവ് y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു എക്സ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. കാരണം ഓർഡിനറി ഡെറിവേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. y ഡബിൾ ഡാഷോ y ഡാഷോ y ഇങ്ങനെയുള്ള ഓർഡിനറി ഡെറിവേറ്റീവ്സും അതിൻ്റെ ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും മാത്രമേ ഇതിനകത്തുള്ളൂ. സോ വിച്ച് ഈസ് എൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇതിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണ്? ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് ഓർഡർ ഏതാണ്? സെക്കൻഡ് ഓർഡർ ആണ്. സോ വിച്ച് ഈസ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ.
അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഡെറിവേറ്റീവിൻ്റെ ഹയസ്റ്റ് ഓർഡർ, അതിനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പോൾ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് വിചാരിക്കൂ. 2 ഇൻറ്റു ഡോ റേസ് ടു 4 യു ബൈ ഡോ എക്സ് റേസ് ടു 4 പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു 0. ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ബിക്കോസ് ഇവിടുത്തെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് തന്നിട്ടുള്ളത്. ഇത് ഏത് ഓർഡറാണ്? ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 4th ഓർഡർ. ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 2nd ഓർഡർ അല്ലേ? ഇത് 2 ആണ്, ഇത് 4 ആണ്. അപ്പോൾ ടോട്ടൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എത്രയാണ്? ഹയസ്റ്റ് ഏതാണ്? 4 ആണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എത്രയാണ്? 4th ഓർഡർ PDE ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓർഡർ എങ്ങനെയാണ് നോക്കുന്നത്? പാർഷ്യൽ എങ്ങനെയാണ് നോക്കുന്നത്? ഓർഡിനറി എങ്ങനെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് മൊത്തമായിട്ട് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്ലാസിഫിക്കേഷൻസും ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മളിനി മൊത്തത്തിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ ഡെറിവേറ്റീവ്സ് ഉണ്ടാവുള്ളൂ? ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ, പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് ആയ വൈ ഡാഷ്. വൈ ഡബിൾ ഡാഷ് ഉണ്ടാവുമോ? ഇല്ല. വൈ ഡബിൾ ഡാഷ് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ആവും. അപ്പോൾ അതിൻ്റെ ഓർഡർ സെക്കൻഡ് ഓർഡർ ആവും. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവും. നമ്മൾ ഫസ്റ്റ് ഓർഡർ പഠിക്കുന്നത് കൊണ്ട് വൈയും വൈ ഡാഷും പിന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഇത്രയും ടേംസ് മാത്രമേ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയ ഫംഗ്ഷൻസും. ഓക്കെ. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്തായിരിക്കും? ജനറൽ ഫോം ഓഫ് ഫസ്റ്റ് ഓർഡർ ordinary differential equation is f of x comma y dash is equal to 0. some function of ഒരു ഇക്വേഷൻ ആയിരിക്കും, ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതിൽ എക്സ് ഉണ്ടാവാം, വൈ ഉണ്ടാവാം, വൈ ഡാഷ് ഉണ്ടാവാം. പിന്നെ വൈയുടെ ബാക്കിയുള്ള പവേഴ്സ് ഒന്നും വരില്ല, അതായത് ബാക്കിയുള്ള ഡെറിവേറ്റീവ്സ് ഒന്നും വരില്ല. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ എക്സും ഡിപെൻഡൻറ്റ് വേരിയബിളായ വൈയും വൈയുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവും ഓർഡിനറി ഡെറിവേറ്റീവും മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. അതുകൊണ്ട് നമുക്കതിനെ വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദി ജനറൽ ഫോം ഓഫ് ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് സം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, റെഡി. ഇതിന് തന്നെ വേറൊരു രീതിയിൽ എഴുതാം. ഇവിടെ എന്തെല്ലാം ടേംസ് ഉണ്ട്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, വൈ ഡാഷ് ഉണ്ട്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ. ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം ഈ വൈ ഡാഷിന് ഇവിടെ നിർത്തി ബാക്കിയുള്ള ടേംസിനെയൊക്കെ അപ്പുറത്ത് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ കിട്ടും. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇത് രണ്ടും ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു ജനറൽ ഫോർമാറ്റാണ്. അതിനകത്തുള്ള ടേംസ് ഡെറിവേറ്റീവ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെയും ഡെറിവേറ്റീവ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപെൻഡൻറ്റ് വേരിയബിൾ. ഈ 3 വേരിയബിൾസ് വെച്ചിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്തായിരിക്കും? സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം അതിനകത്ത് എന്തെല്ലാം വരാം? ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഓർഡിനറി ആയതുകൊണ്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഈ 4 ടേം ആയിരിക്കും ഒരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു 0. ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു nth ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്തായിരിക്കും? നോക്കി, ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ എക്സും വൈയും വൈ ഡാഷും, സെക്കൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ എക്സ് വൈ വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ്. അപ്പോൾ nth ഓർഡർ എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരും? ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ, അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്, എക്സെട്ര nth ഓർഡർ ഡെറിവേറ്റീവ് വരെ ഉണ്ടാവും. ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു ഫംഗ്ഷൻ ഈക്വൽ ടു 0. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഒരു nth ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എക്സിസ്റ്റൻസ്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് ലീനിയാരിറ്റി വെച്ചിട്ടാണ്. ക്ലാസിഫിക്കേഷൻ ബൈ ലീനിയാരിറ്റി. ക്ലാസിഫിക്കേഷൻ ബൈ ലീനിയാരിറ്റി. ലീനിയാരിറ്റി ഉപയോഗിച്ച് എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ ക്ലാസിഫൈ ചെയ്യുന്നത്? അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഇവിടെ: ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ ആൻഡ് നോൺ ലീനിയർ.
ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് nth ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ ലീനിയർ ആണ് എന്ന് പറയണമെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, nth ഓർഡർ ഡെഫിനിഷൻ ഞാൻ എഴുതാം. സോ ഒരു nth ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതാണ് nth ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ലീനിയർ ഇൻ ദി വേരിയബിൾ y, ലീനിയർ ഇൻ ദി വേരിയബിൾ y എന്ന് പറയണമെങ്കിൽ ഈ ഫംഗ്ഷൻ ഒരു ലീനിയാരിറ്റി കീപ്പ് ചെയ്യണം ഫോർ എനി വേരിയബിൾ ഓഫ് y, ഫോർ എനി ഡെറിവേറ്റീവ് ഓഫ് y, y ഡാഷ് y ഡബിൾ ഡാഷ് എക്സെട്ര y nth ഡെറിവേറ്റീവ്, ഇത്രയും ടേംസിന് അത് ലീനിയാരിറ്റി കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ എപ്പോഴാണ് ഒരു ഇക്വേഷനെ ലീനിയർ എന്ന് വിളിക്കുക? ലൈനിൻ്റെ ഇക്വേഷനാണ് എപ്പോഴും നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ഇക്വേഷൻ ലീനിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് വരച്ച് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ കിട്ടണം എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു? y = mx + c എന്ന് എഴുതുന്നതായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസിൻ്റെയും പവർ എന്ന് പറയുന്നത് 1 ആകുമ്പോഴാണ് നമ്മൾ ആ ഇക്വേഷനെ ലീനിയർ ഇക്വേഷൻ എന്ന് പറയാം. അതായത് ഒരു ലീനിയർ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്താണ്? 2 വേരിയബിൾ ഉണ്ടെങ്കിൽ ax + by = c. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു 2 വേരിയബിളുള്ള ലീനിയർ ഇക്വേഷൻ നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം എക്സിൻ്റെ പവർ 1 ആണ്, വൈയുടെ പവർ 1 ആണ് അല്ലേ? അപ്പോൾ അവിടുത്തെ വേരിയബിൾസ് ആയ എക്സിൻ്റെയും വൈയുടെയും പവർ 1 ആണ്. അങ്ങനെയുള്ള ഇക്വേഷനാണ് നമ്മൾ സാധാരണഗതിയിൽ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതേ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിപ്പോൾ ഏത് ഓർഡർ വേണമെങ്കിലും ആയിക്കോട്ടെ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ലീനിയർ എന്ന് പറയണമെങ്കിൽ അവിടുത്തെ വേരിയബിൾസ് ഏതാണ്? y ഡാഷ് y ഡബിൾ ഡാഷ്, ഏതൊക്കെ തരം എത്ര ഓർഡറാണോ ഡെറിവേറ്റീവ്സ് ഉള്ളത് അത്രയും ഓർഡർ ഡെറിവേറ്റീവ്സ്, അവരെല്ലാവരും ലീനിയർ ആയിരിക്കണം. അവരെല്ലാവരും ലീനിയർ ആവാന്ന് പറഞ്ഞാൽ അവരുടെ പവർ 1 ആയിരിക്കണം. പവർ 1ൽ കൂടിയാലോ അത് നോൺ ലീനിയർ ആവും. അപ്പോൾ അവരുടെ എല്ലാവരുടെയും പവർ 1 ആയിരിക്കണം. മാത്രമല്ല അവരുടെ പ്രോഡക്റ്റ് വരാനും പാടില്ല. അവരുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ axy = c എന്ന് എഴുതിയാൽ ഇത് ലീനിയർ ഇക്വേഷൻ ആണെന്ന് പറയുമോ നമ്മൾ? ഒരിക്കലും പറയില്ല. ഇത് ലീനിയർ ഇക്വേഷൻ അല്ല. ഇവിടെ എക്സിൻ്റെയും വൈയുടെയും പവർ 1 ആണ്. പക്ഷേ x × y ചെയ്യുമ്പോൾ ഇവിടെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. x × y ചെയ്യുമ്പോൾ ഇവിടുത്തെ പവർ 1 ഇവിടുത്തെ പവർ 1 രണ്ടും കൂടെ കൂട്ടുമ്പോൾ പവർ 2 ആകും നമ്മൾക്ക്. ഓക്കെ, അങ്ങനെയുള്ളതിനൊന്നും നമ്മൾ ലീനിയർ എന്ന് പറയില്ല. ലീനിയർ പറയുമ്പോൾ ഇങ്ങനെ ഫോർമാറ്റിലായിരിക്കണം. ax + by = c. a പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, b പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതേപോലെയാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുക. y ഡാഷ് y ഡബിൾ ഡാഷ് എക്സെട്ര. ഈ വൈയുടെ ഡെറിവേറ്റീവ്സിൻ്റെ എല്ലാത്തിൻ്റെയും പവർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. മാത്രമല്ല വൈയുടെ ഡെറിവേറ്റീവ്സ് തമ്മിലുള്ള പ്രോഡക്റ്റ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഉണ്ടാവാനും പാടില്ല. അങ്ങനെയുള്ള ഇക്വേഷനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അതിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെയും പവർ 1 ആയിരിക്കണം. മാത്രമല്ല അവർ തമ്മിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാവാനും പാടില്ല. y × y ഡാഷ്, y × y ഡബിൾ ഡാഷ്, y ഡബിൾ ഡാഷ് സ്ക്വയർ, ഇങ്ങനെയുള്ള ടേംസ് ഒന്നും വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അതെന്താവും? നോൺ ലീനിയർ ആവും. വന്നില്ല എങ്കിൽ അതിന് നമുക്ക് ലീനിയർ എന്ന് പറയാം. അപ്പോൾ ലീനിയറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ഒരു nth ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലീനിയർ ഫോർമാറ്റ് എന്ന് പറയുന്നത് anx × d nth ഡെറിവേറ്റീവ് ഓഫ് y ഡിവൈഡഡ് ബൈ dx⁻n plus an-1 of x into dn-1th derivative of y divided by dx⁻n-1 plus etc. plus a1x into dy by dx plus a0x into y equal to g of x. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ നമുക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കി എഴുതുക. ക്ലിയർ ആവുന്നില്ല എങ്കിൽ. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ഫോർമാറ്റ്. nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലീനിയർ ആണെങ്കിലുള്ള ജനറൽ ഫോർമാറ്റ്. എന്തെങ്ങനെ എഴുതിയിരിക്കുന്നത്? ഈ ഫോർമാറ്റ് പോലെ ax + by = c എന്ന് നമ്മൾ എഴുതില്ലേ? ഇതേപോലത്തെ ഫോർമാറ്റില്ല. ഇവിടെ a എന്ന് പറയുന്ന പകരം ഇവിടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും, അതുകൊണ്ട് anx എന്ന് എഴുതി. ഇവിടെ x എന്ന് എഴുതിയ വേരിയബിളാണ്. ഇവിടുത്തെ വേരിയബിൾ വൈയുടെ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ഇവിടെ nth ഓർഡർ ആയതുകൊണ്ട് വൈയുടെ nth ഓർഡർ ഡെറിവേറ്റീവ് എഴുതി. അടുത്ത ടേം വൈയുടെ അടുത്ത വേരിയബിൾ. ഇവിടെ അടുത്ത വേരിയബിൾ വൈയുടെ നെക്സ്റ്റ് ഡെറിവേറ്റീവ്. അങ്ങനെ ഡെറിവേറ്റീവ്സ് കുറഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈക്വൽ ടു സം. ഇവിടെ കോൺസ്റ്റൻറ്റ് c എന്ന് എഴുതിയില്ലേ? അപ്പോൾ ഇവിടെ g of x. ഇവിടെയൊക്കെ ഫംഗ്ഷൻ്റെ ടേംസിലാണ് നമ്മൾ എഴുതുന്നത്. മേ ബി അത് കോൺസ്റ്റൻറ്റും ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ പവർ എത്രയാ? ഇത് നമുക്കിങ്ങനെ എഴുതിക്കൂടെ? നോക്കി an of x ഇൻറ്റു ഇതെന്താ സാധനം? nth ഡെറിവേറ്റീവിനെ y nth ഡെറിവേറ്റീവ് എന്ന് എഴുതി കേട്ടോ ഞാൻ. പ്ലസ് an-1 of x ഇൻറ്റു ഇതിനെങ്ങനെ എഴുതാം? yn-1th ഡെറിവേറ്റീവ് പ്ലസ് എക്സെട്ര a1x ഇൻറ്റു ഇതിനെങ്ങനെ എഴുതാം? y ഡാഷ് പ്ലസ് a0 of x ഇൻറ്റു y equal to g of x. ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതിന്
ഈ റെപ്രസെൻറ്റേഷനിലും എഴുതാം, ഈ റെപ്രസെൻറ്റേഷനിലും വൈ ഡാഷ് എന്ന് വെച്ചിട്ട് എഴുതാം, dy/dx വെച്ചിട്ടും എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും y nth ഡെറിവേറ്റീവ് പറയുമ്പോൾ nth ഓർഡർ ഡെറിവേറ്റീവ് y ആണ്. ഇതിൻ്റെ പവർ എത്രയാണ്? 1. ഇതിൻ്റെ പവർ എത്രയാണ്? 1. ഇതിൻ്റെ പവർ എത്രയാണ്? 1. അപ്പോൾ വൈയുടെ എല്ലാ ഡെറിവേറ്റീവ്സിൻ്റെയും പവർ ഇവിടെ 1 ആണ്. പിന്നെയോ വൈയുടെ ഡെറിവേറ്റീവ്സും വൈയും തമ്മിലുള്ള പ്രോഡക്റ്റ് എവിടെയും വന്നിട്ടില്ല. ഇവിടെ y nth ഡെറിവേറ്റീവ് ഒരൊറ്റ ടേമുള്ളൂ. ഇവിടെ ഇൻറ്റു വൈ ഡാഷ് എന്നോ വൈ ഡബിൾ ഡാഷ് എന്നോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും വന്നിട്ടില്ല. ആകെ അതിൻ്റെ കൂടെ ഉള്ളത് ഒരു ഫംഗ്ഷൻ മാത്രം, എക്സിന് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ മാത്രം കോഎഫിഷ്യൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ എ ബി എന്ന പോലെ ഇവിടെ കുറച്ച് ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട്. അതിനകത്തൊന്നും എന്തില്ല, വൈ എന്ന് പറഞ്ഞ ഒരു ടേം എഴുതിയിട്ടില്ല. അപ്പോൾ ഇവിടെ എന്ത് പറയാം, നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആണെന്ന് പറഞ്ഞാൽ അതിന് ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ട് എന്ന് പറയാം. അതല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് എന്ത് പറയാം, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും അതിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെയും പ്രോഡക്റ്റ് ഉണ്ടാവില്ല. മാത്രമല്ല അവരുടെ ഓരോരുത്തരുടെയും പവർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് ലീനിയർ ഇക്വേഷൻ. ഇങ്ങനെ എഴുതാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ വരിക, അവരുടെ പവർ 1ൽ കൂടുതലാവുക, അല്ലെങ്കിൽ അങ്ങനത്തെ കേസസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നു നോൺ ലീനിയർ. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് നോൺ ലീനിയർ. അപ്പം ഞാൻ ഇവിടെ ലീനിയറിന് ജസ്റ്റ് എഴുതി വയ്ക്കാം. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്? ഇഫ് there is no product between y ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ y എന്ന് എഴുതാം കേട്ടോ. എല്ലാ സമയത്തും അത് y ആവണമെന്നില്ലല്ലോ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ y and its derivatives. Also power of dependent variable y and their products are their derivatives are 1. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെയും അതിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെയും പവർ 1 ആവണം. പിന്നെയോ വൈയുടെ ഡെറിവേറ്റീവ്സിൻ്റെയും പ്രോഡക്ട്സ് ഉണ്ടാവാനും പാടില്ല. അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ ലീനിയർ. അങ്ങനെ അല്ലാത്തത് ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ദാറ്റ് ഈസ് നോൺ ലീനിയർ. ക്ലിയർ ആണോ? എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കാം. ഇത് ഏത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്? ഞാനിവിടെ എഴുതാം, ഓർഡർ എഴുതാം. ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നും പറയാം. ഇത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം ഇവിടെ വൈ ഡാഷ് മാത്രമേ വന്നിട്ടുള്ളൂ. വൈ ഡാഷ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. സോ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ലീനിയർ ആണോ? വൈയുടെ പവർ 1 ആണ്, വൈ ഡാഷിൻ്റെ പവറും 1 ആണ്. വൈയും വൈ ഡാഷും തമ്മിൽ പ്രോഡക്ട്സ് വന്നിട്ടില്ല. സോ ഇറ്റ് ഈസ് ലീനിയർ ആൻഡ് ഫസ്റ്റ് ഓർഡർ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കിയേ, ഇത് ഏത് ഓർഡറാണ്? വൈ ഉണ്ട്, വൈ ഡാഷ് ഉണ്ട്, വൈ ഡബിൾ ഡാഷ് ഉണ്ട്. അപ്പോൾ വൈ ഡബിൾ ഡാഷ് ആണ് ഇവിടുത്തെ ഹയസ്റ്റ് ഓർഡർ. സോ വിച്ച് ഈസ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓർഡർ എത്രയാണ്? സെക്കൻഡ് ഓർഡർ ആണ്. ഇനി ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ? നോൺ ലീനിയർ ആണ്. കാരണം എന്താ? ഇവിടെ നോക്കി, വൈയുടെ പവർ 3 അവിടെ എഴുതിയിരിക്കണം. അപ്പോൾ തന്നെ തെറ്റി. വൈയുടെ പവർ 1 വരാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ ഇവിടെ തെറ്റി. പിന്നെ ഇവിടെ നോക്കി, വൈ ഡബിൾ ഡാഷിൻ്റെ പവർ 2 എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ ഇത് എന്ത് ഇക്വേഷനാണ്? നോൺ ലീനിയർ ആണ്. ലീനിയർ അല്ല, നോൺ ലീനിയർ ആണ് കേട്ടോ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനോ, ഇത് ഏത് ഓർഡർ ആയിരിക്കും? വൈ ഉണ്ട്, വൈ ഡാഷ് ഉണ്ട്, വൈ ഡബിൾ ഡാഷ് ഉണ്ട്, വൈ ത്രിബിൾ ഡാഷ് ഉണ്ട്. അപ്പോൾ തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ലീനിയർ അല്ല. കാരണം വൈ ഡബിൾ ഡാഷിൻ്റെ പവർ 4 ആണ് കണ്ടോ. അപ്പോൾ അത് ലീനിയർ അല്ല. ഇനിയിപ്പോൾ ഇങ്ങനെ എഴുതിയാലോ, വൈ ഡാഷ് പ്ലസ് വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ? ഇത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നോക്കി, വൈ ഡബിൾ ഡാഷ് ആണ് വലുത്, പക്ഷേ ലീനിയർ അല്ല. ഇത് പ്രശ്നമില്ല. എക്സിൻ്റെ കൂടെ വൈ ഡാഷിൻ്റെ കൂടെ എക്സ് എന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നോക്കിയേ, വൈ ഡാഷ്, വൈയുടെയും വൈ ഡാഷിൻ്റെയും പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ദെർഫോർ ഇതെന്തല്ല? ലീനിയർ അല്ല, വിച്ച് ഈസ് നോൺ ലീനിയർ ആണ്. ലീനിയർ അല്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓർഡിനറി പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ PDE, ഓർഡിനറി ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ ODE. പിന്നത്തെ ക്ലാസിഫിക്കേഷൻ ഓർഡർ വെച്ചിട്ടായിരുന്നു. ഹയസ്റ്റ് ഓർഡർ എത്രയാണോ അത് വെച്ച് നമുക്കതിൻ്റെ ഓർഡർ പറയാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് ലീനിയർ നോൺ ലീനിയർ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ അതൊക്കെ?